ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അല്ലാഹുമ്മ ഇജ്അൽ ജംഅനാ ഹാദാ ജംഅൻ മർഹൂമാ വജ്അൽ തഫറുഖനാ മിൻ ബഅദിഹി തഫറുഖൻ മഅസൂമാ ولا تجعل فينا ولا معنا شقيا ولا محروما. ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. ബഹുമാന്യരായ വേദിയിലുള്ള ജമാഅത്തെ ഇസ്ലാമി നേതാക്കന്മാർ, സദസ്സിലുള്ള വളരെ ആദരണീയരായ രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവരെയും ജമാഅത്തെ ഇസ്ലാമി മലപ്പുറം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഊഷ്മളമായി അഭിവാദ്യം ചെയ്യുകയാണ്. നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ നിലവിലെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളുടെയും ആനുകാലിക സംഭവ വികാസങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് ജമാഅത്തെ ഇസ്ലാമി വിശദീകരണ സമ്മേളനം എന്ന തലക്കെട്ടിൽ ഇങ്ങനെയൊരു പരിപാടി ഇപ്പോൾ ഇവിടെ തുടക്കം കുറിക്കുന്നത്. നിലവിലെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യം എന്ന് പറഞ്ഞാൽ അതിലേറ്റവും റീസെൻ്റായത് കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായിരുന്ന സഖാവ് വി.എസ്. അച്യുതാനന്ദൻ്റെ വിയോഗം സൃഷ്ടിച്ച ദുഃഖാചരണമാണ്. കേരളത്തിൻ്റെ അറിയപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുവാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. അത് കഴിച്ചാൽ പിന്നെ നിലവിലെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് അധികാരക്കൊതിയുടെ സംരക്ഷണത്തിന് വേണ്ടി വർഗീയത പയറ്റുകയും വർഗീയത ആരോപിക്കുകയും അതിനുവേണ്ടി പച്ച നുണകൾ സാധ്യമാകുന്ന എല്ലാ മീഡിയകൾ വഴിയും ഒരു സമുദായത്തിൻ്റെ നേരെ ആ സമുദായത്തിലെ ചില കക്ഷികളെ മുൻനിർത്തി നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ്. അതിലേറ്റവും കൂടുതൽ ഇരയാക്കപ്പെട്ടിട്ടുള്ളത് ഈ രാജ്യത്ത് വളരെ വ്യവസ്ഥാപിതമായി ഇസ്ലാമിക പ്രവർത്തനം നടത്താൻ തീരുമാനിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ആ മാർഗത്തിൽ നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്നതോ സമൂഹത്തിൽ ഛിദ്രത വളർത്തുന്നതോ ആയ ഒരു പ്രവർത്തന മാർഗവും സ്വീകരിക്കുകയില്ലെന്ന് ഉറപ്പിച്ചിട്ടുള്ള, അതിൽ വാശിയുള്ള ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനത്തെയാണ്. ജമാഅത്തെ ഇസ്ലാമി യഥാർത്ഥത്തിൽ ഒരു ഇസ്ലാമിക നവോത്ഥാന പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനം പ്രതിനിധാനം ചെയ്യുന്ന ഇസ്ലാം എന്ന് പറയുന്നത് സമഗ്രവും സമ്പൂർണവുമായ
മനുഷ്യജീവിതത്തിന് ദൈവം നൽകിയ ഒരു ജീവിത പദ്ധതിയാണ്. മനുഷ്യൻ്റെ ജീവിതം കമ്പാർട്ട്മെൻറ്റുകളാക്കി തിരിക്കാൻ കഴിയാത്തതുപോലെ തന്നെ ആ ജീവിതത്തിൻ്റെ നാഥനായ അള്ളാഹു നൽകിയ ജീവിത പദ്ധതിയും മനുഷ്യജീവിതത്തെ വിവിധ മേഖലകളിലേക്ക് വിഭജിക്കാതെ സമ്പൂർണവും സമഗ്രവുമായി ആ ജീവിതത്തിൽ മനുഷ്യന് വഴികാട്ടിയാകാനുള്ള മാർഗനിർദ്ദേശങ്ങൾ അവതരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നതിലൂടെ മനുഷ്യന് ഈ ഭൂമിയിലുള്ള ജീവിതത്തിലും പരലോക ജീവിതത്തിലും അന്യായമായ സകല അടിമത്തങ്ങളിൽ നിന്നും മോചിതനാകാനും വളരെ സ്വാതന്ത്ര്യത്തോടുകൂടി തൻ്റെ ജീവിതഗതിയെ നിർണയിക്കാനും സാധ്യമാകുമെന്നാണ് ഇസ്ലാമിക പ്രസ്ഥാനം ഉറച്ചു വിശ്വസിക്കുന്നത്. ഈ ജീവിത പദ്ധതിയുടെ അടിസ്ഥാനം മനുഷ്യരുടെ മനസ്സുകളിൽ, ഹൃദയങ്ങളിൽ രൂപപ്പെടേണ്ടുന്ന വിശ്വാസമായതുകൊണ്ട് തന്നെ അതിനെ ബലാത്കാരത്തോടുകൂടി ആരിലും അടിച്ചേൽപ്പിക്കുക സാധ്യമല്ല എന്ന് ഇസ്ലാമിക പ്രസ്ഥാനം ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ട് മനുഷ്യരുടെ മനസ്സുകളിലേക്ക് ഇസ്ലാമിൻ്റെ ആശയങ്ങൾ പ്രസരിപ്പിക്കുവാൻ, അത് പ്രബോധനം ചെയ്യുവാൻ, അത് പ്രചരിപ്പിക്കുവാൻ, ആ മാർഗത്തെ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും ആവശ്യമായ സാമൂഹിക വിപ്ലവത്തിൻ്റെ ഒരേ ഒരു മാർഗമായി സ്വീകരിക്കുവാൻ തീരുമാനിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. ഇതാണ് യാഥാർത്ഥ്യമെന്നിരിക്കെ മറിച്ച് ഈ പ്രസ്ഥാനത്തിനെതിരെ അതിൻ്റെ ദീർഘമായ 75ഓളം വർഷക്കാലത്തെ പ്രവർത്തന പാരമ്പര്യത്തെ മുഴുവൻ, പ്രവർത്തനാനുഭവങ്ങളെ മുഴുവൻ തള്ളിക്കളഞ്ഞുകൊണ്ട് അതിനുമേൽ തീവ്രവാദത്തിൻ്റെയും വർഗീയതയുടെയും ചാപ്പ കുത്തുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു പരിപാടി ജമാഅത്തെ ഇസ്ലാമിക്ക് സംഘടിപ്പിക്കേണ്ടി വന്നിട്ടുള്ളത്. ആ ചാപ്പ കുത്തുന്നവർ യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായിട്ട് തന്നെ മനുഷ്യരെ വർഗങ്ങളായി തിരിക്കുകയും എന്നിട്ട് തൊഴിലാളി വർഗം അതല്ലാത്ത തൊഴിലുടമകളുടെ വർഗത്തോട് നടത്തുന്ന നിരന്തര സമരത്തിൻ്റെതാണ് ജീവിതമെന്ന് പഠിപ്പിക്കുകയും ചെയ്ത, ആ അർത്ഥത്തിൽ വർഗീയതയിൽ അധിഷ്ഠിതമായ, വർഗീയത ഒരു സിദ്ധാന്തമായി ആവിഷ്കരിച്ചിട്ടുള്ള ഒരു കൂട്ടരാണ് മാനവികതയെ അടിസ്ഥാനമാക്കുന്ന ഏകനായ ദൈവത്തിന് കീഴിൽ സകല മനുഷ്യരും ആ ദൈവത്തിൻ്റെ സമക്കാരായ സൃഷ്ടികൾ എന്ന വിഭാവനയുള്ള ഇസ്ലാമിനെതിരെ, ഇസ്ലാമിക പ്രസ്ഥാനത്തിനെതിരെ വർഗീയതയുടെ ചാപ്പ കുത്തുന്നത് എന്നതാണ് വിരോധാഭാസം. ഇത്തരമൊരു സാഹചര്യത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കുവാൻ ഒരു ജനാധിപത്യ സമൂഹത്തിൽ കിട്ടിയ നല്ലൊരവസരം എന്നുള്ള നിലക്ക് ഇങ്ങനെയുണ്ടായ പ്രതികൂലമെങ്കിലും ഈ സാഹചര്യത്തെ ജമാഅത്തെ ഇസ്ലാമി വിലമതിക്കുകയും സ്വാഗതം ചെയ്യുകയുമാണ്. ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തി ജമാഅത്തെ ഇസ്ലാമി സ്വന്തത്തെ വിശദീകരിക്കുവാൻ ശ്രമിക്കുകയാണ് ഈ സമ്മേളനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിലടക്കം വരാനിരിക്കുന്ന 3 പ്രഭാഷണങ്ങളിൽ കടന്നുവരും എന്നാണ് ന്യായമായും പ്രതീക്ഷിക്കുന്നത്. ഈ പരിപാടിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് നിലവിലുള്ള ദേശീയ അന്താരാഷ്ട്ര സാഹചര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അതിനെ മുഖവിലക്കെടുത്തുകൊണ്ട് ഗസയിൽ പട്ടിണി മൂലം കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന, യുദ്ധക്കെടുതിയും ഉപരോധത്തിൻ്റെ കെടുതികളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജനതയോടുള്ള ഐക്യദാർഢ്യവും ആ ഇനത്തിലുള്ള ഒരു പരിപാടിയുമാണ്. ആ പരിപാടി ഒരേ സമയം പ്രതിഷേധത്തിൻ്റേതും അതേപോലെ തന്നെ ഐക്യദാർഢ്യത്തിൻ്റേതുമാണ്. പ്രതിഷേധം സയണിസത്തോടും ഇസ്രയേൽ സർക്കാരിനോടും അതേപോലെ തന്നെ മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ട് ഹിന്ദുത്വ ഫാഷിസത്തോടുമാണ്. ഐക്യദാർഢ്യം, ഈ സമ്മേളനം ഐക്യദാർഢ്യപ്പെടാൻ ആഗ്രഹിക്കുന്നത് ഗസയിലെ വിശേഷിച്ചും ഫലസ്തീനിൽ പൊതുവിലുമുള്ള ജനതയോടും അസാമിലും ബീഹാറിലുമടക്കം ഇന്ത്യ രാജ്യത്ത് ഹിന്ദുത്വ വർഗീയതയുടെ, ഫാഷിസത്തിൻ്റെ
വംശഹത്യക്കിരയായിക്കൊണ്ടിരിക്കുന്ന ജനവിഭാഗങ്ങളോടുമാണ് ഐക്യദാർഢ്യപ്പെടാൻ ഈ സമ്മേളനം ആഗ്രഹിക്കുന്നത്. ആ ഇനത്തിലുള്ള പ്രമേയ അവതരണങ്ങളും അവരോട് ഐക്യദാർഢ്യപ്പെട്ടും അവരെ ജീവിതത്തിൽ ദുരിതങ്ങൾ അവർക്ക് മേൽ വർഷിക്കുന്ന ശക്തികൾക്കെതിരെ പ്രതിഷേധമുയർത്താനും ഈ സമ്മേളനം സമയം കണ്ടെത്തുന്നു എന്നതുകൂടി ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്. ഈ സമ്മേളനത്തിൻ്റെ തുടക്കം ഗസയിൽ പൊരുതുന്നു എന്നതിനപ്പുറം നിലവിൽ വലിയ ജീവിത ദുരിതങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുന്ന, പട്ടിണി വഴി ഓരോ ദിവസവും വഴിയരികിൽ മരിച്ചു വീണുകൊണ്ടിരിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളും വൃദ്ധരും അടക്കമുള്ള ആളുകളുടെ ദുരിതങ്ങൾക്കുള്ള ആശ്വാസത്തിന് വേണ്ടി അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ടാണ് ഈ സമ്മേളനത്തിൻ്റെ തുടക്കവും ഈ സമ്മേളനത്തിൻ്റെ ഒടുക്കവും അവർക്ക് വേണ്ടിയുള്ള ഐക്യദാർഢ്യവും അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളുമാകണം എന്നാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. ആ സ്വഭാവത്തിൽ ഏറ്റവും ഭംഗിയിൽ ഈ സമ്മേളനത്തെ ഫലപ്രദമാക്കുവാനും അർത്ഥവത്താക്കാനും അള്ളാഹുവിൻ്റെ സഹായങ്ങൾ ഉണ്ടായിത്തീരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കഷ്ടതകൾ അനുഭവിക്കുന്ന ഗസക്കാരടക്കമുള്ള ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളുള്ള ദുർബല ജനവിഭാഗങ്ങൾക്ക് അള്ളാഹുവിൽ നിന്ന് ആശ്വാസവും സഹായവും അതുപോലെ തന്നെ വിജയങ്ങളും വന്നെത്തിച്ചേരുമാറാകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ അധ്യക്ഷ ഭാഷണം ഞാൻ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.